ഈ ചേട്ടനൊന്നും ഇങ്ങോട്ട് അമ്മയുടെ കാര്യം എന്താടോ കുറേ നേരം ആയല്ലോ അമ്മ വിളിക്കണു. അച്ഛൻ്റെ ഫ്രണ്ട് വരെ ഒരു കുരുക്ക പെണ്ണാണ്. ഇന്ന് വൈകിട്ട് നില പാർക്കിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നല്ലത്, വീട്ടിലിരുത്തി വെറുതെ മിച്ചർ ഞാൻ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഹലോ ഹലോ, ഞാനിവിടെ പാർക്കിലുണ്ട്. ഇവിടെ ഒരു അത്തിമരം ഇല്ലേ, ഞാൻ അതിൻ്റെ താഴെയുണ്ട്. ഇവിടെ ഒരു തടിച്ച കുട്ടിയെ മാത്രമേ കാണുന്നുള്ളൂ. അത് ഞാനാ. ഹായ്. ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. കുഴപ്പമില്ല, ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ? അല്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ, നല്ല ചൂടുണ്ടല്ലേ? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്തോ? ഹലോ, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭയങ്കര ചൂടുണ്ട്. ആ, ഓഫീസിൽ നിന്നാ. ഇന്ന് ആനുവൽ പ്രോഗ്രാമാണ്, അപ്പം അവിടെ നിന്ന് മുങ്ങിയതാ. പ്രോഗ്രാം ആണെങ്കിൽ പോയിക്കോളൂ. അല്ലല്ല, കുഴപ്പമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സ്കൂട്ടി എടുത്തിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കാം അങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വന്നിട്ട് പറയാം. ശരി. സിന്ധു എങ്ങനെ പോകും? ആ, ഓഫീസ് ഇവിടെ അടുത്താണ്, അപ്പം ബസ് വിളിച്ച് പോകാൻ വെച്ചു. ഞാൻ തടിച്ചെന്ന് ഒരടയാളത്തിന് വേണ്ടി പറഞ്ഞാട്ടോ. പോട്ടെ. എന്താ ഈ ചെക്കനെ കണ്ടിട്ട്? എൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കണോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്തു. ഞാൻ അന്ന് തന്നെ രേഖയുടെ കയ്യിൽ കൊടുത്തായിരുന്നല്ലോ. നീ ഉണ്ടായിരുന്നില്ലേ ഞാനും എൻ്റെ ഒപ്പം? അമ്മയ്ക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അവൻ മറന്നുണ്ടാവും. രവി പറഞ്ഞ കുട്ടീനെ നീ പോയി കണ്ട? അത് ശരിയാവില്ല, അത് ഭയങ്കര തടിച്ചിട്ടൊരു കുട്ടിയാണ്. സ്കോർപിയൻ ക്ലാസിലെ ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ INS കൽവരി നേവിയുടെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരുന്ന കരുത്തുള്ള കൽവരി ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇതെന്തിനാ ചേച്ചി? മൂപ്പൻ്റെ നിപ്പ് കണ്ടപ്പോളേ ആകെ പാവം തോന്നി. ചേച്ചി ഇതായി കൊടുക്കാൻ പോവാ? കൊടുക്കല്ലേ? അത് ആൾക്കൊരു ഇൻസൾട്ടായി തോന്നൂലേ? ഒരു കണ്ണട കളഞ്ഞു കിട്ടി നമ്മുടെ ഉടമസ്ഥന് കൊടുക്കൂലേ? അപ്പോൾ ഒരു വെപ്പല് കിട്ടിയാ തിരിച്ചു കൊടുക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ചേച്ചി നിങ്ങൾ തന്നെ, നമുക്ക് രവിമാമൻ്റെ കൊടുക്കാം.
ആളല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. നിങ്ങളിത് ആരടുത്തും പറയാമെന്ന് നിൽക്കണ്ട. ആ റഹീം, സിനിമ ഇഷ്ടമായ? സാറിന് ഇഷ്ടമായി? പിന്നെ മാസ്റ്റർ ഡയറക്ടർ അല്ലേ, ജീവിതം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. എന്താണ് റഹീമിൻ്റെ അഭിപ്രായം എന്താണ് സിനിമയെക്കുറിച്ച്? ഇതിന് ഡയറക്ടർ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. ഈ മരിച്ചവരെ പറ്റി കുറ്റം പറയുന്നത് മോശമല്ലേ? അത് മോശമാണ്. എന്താ സാറേ സിനിമ കാണുന്നില്ലേ? ആ അതെ, ഒരു ഫോൺ വന്നേക്കും. ഹലോ പറയൂ. മാഷെ, ഞാനിവിടെ ക്യാമ്പസിന് പുറത്തുണ്ട്. മാഷെ കോളേജിലുണ്ടോ? ഇല്ലില്ല, ഞാൻ തിരക്കാണ്, ഇവിടെ ഒരു പ്രോഗ്രാമിലാണ്, ടൈം ഉണ്ടാവില്ല. എപ്പോൾ ഫ്രീ ആവുമായിരിക്കും? എനിക്കൊന്ന് മാഷിൻ്റെ ഹെയർ ക്യാപ്പ് എൻ്റെ കയ്യിലുണ്ട്. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ എവിടെയുണ്ട്? ആ മാഷേ, നടക്കി മാഷേ, അവിടെ നിൽക്കി മാഷേ. നമ്മൾ ഇംഗ്ലീഷ് മാഷ് പോയിട്ടാ, ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെവിടേക്ക് അത് മണ്ടണ്? ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ പ്ലീസ്. മാഷെ, ഞാൻ രാവിലെ വരാമെന്ന് വെച്ചത്, പക്ഷേ ഓഫീസിൽ കുറച്ച് തിരക്കായിപ്പോയി. മാഷിന് ബുദ്ധിമുട്ടായോ? നിങ്ങൾ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നാണ് എനിക്ക് ബുദ്ധിമുട്ടായത്. എനിക്ക് ഞാനിത് കൊണ്ടുപോയിട്ട് പിന്നെ വേണ്ട വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക് പ്ലീസ്. വലിയ ഉപകാരം. ശരി. ഒന്ന് നിൽക്കും മാഷേ, ഇവരെ കാണാൻ നിങ്ങൾ ഓടി വന്ന്. ആരാ മാഷേ അത്? അതെൻ്റെ ഒരു പഴയ സുഹൃത്താണ്. കയ്യിലെന്താ കോളൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ മാഷേ. തനിക്കെല്ലാം അറിയണോ? എന്താണ് മാഷേ?